അനൂസ് ഫ്യൂഷൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കറുമുറാന്നിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈ നമുക്ക് തയ്യാറാക്കാം. നമ്മളിന്നിവിടെ ഒരു പ്രത്യേക ടിപ്പ് ഉപയോഗിച്ചാണ് ഈ കോളിഫ്ലവർ ഫ്രൈ റെഡിയാക്കുന്നത്. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ 2 ചെറിയ കോളിഫ്ലവറിനെ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് തിളപ്പിച്ച് വെള്ളമെല്ലാം വാർന്ന് കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, അപ്പോൾ എരിയൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ്, അപ്പോൾ നല്ല കളറും കിട്ടും. അപ്പോൾ അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ്, നമ്മുടെ വീട്ടിൽ ചേർക്കുന്ന മസാലപ്പൊടി. അപ്പോൾ അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത്, അതായത് 1 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത്. ഇനി ഇതിന് ആവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണോളം ചേർത്തില്ല, അതിലും കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പം സാധാരണ നിങ്ങളെല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് ഫ്രൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ നമ്മൾ വേറൊരു ബൗളിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയും എടുക്കണം. അപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയൊക്കെ മതി, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതിനായിട്ടൊരു കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഇച്ചിരി മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം മസാലപ്പൊടിയും ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും, കറുമുറാന്ന് കിട്ടും, കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ. ഇതേപോലെ ഇച്ചിരി ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെച്ചിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ എടുത്ത് ഇതുപോലെ അങ്ങോട്ട് തേച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കൂട്ടിനെ നമ്മൾ ഇതിൽ പോയിട്ട് ഒന്ന് ഉരുട്ടി സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് തന്നെ കോരി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നിങ്ങളൊന്ന് കോളിഫ്ലവർ ഇങ്ങനെയൊന്ന് നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പം നമ്മളൊരു 3 തത്തിക്കായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരുവത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇച്ചിരി സ്വല്പം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വേണം ടേസ്റ്റ് ചെയ്ത് തൊട്ട് ചെറുതായിട്ടൊന്ന് നാക്കി വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു ടേസ്റ്റ്, അതനുസരിച്ച് വേണം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടണം. അപ്പം നല്ലൊരു മണം കിട്ടും നമുക്ക്. അപ്പോൾ ഇത് കോളിഫ്ലവറൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ ആ മാവ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മളിതൊന്നുകൂടെ ഒന്ന് മറിച്ചിട്ടും കൂടെ കൊടുക്കണം. അപ്പോൾ നല്ലപോലെ എണ്ണ ഒഴിച്ച് നല്ലപോലെ ഇട്ട് ഒരു വലിയ പാത്രത്തിലിട്ട് തോനെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ പാൻ ആയതുകൊണ്ട് ഈ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഇല്ല. നല്ല മുങ്ങി കിടക്കുമെങ്കിൽ കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഇളക്കി നമുക്ക് കോരിങ്ങ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ പാൻ ആയതുകൊണ്ട് ഇത്രയും ഇതിൽ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമുക്കത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ കോരുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതിൻ്റെ കളറ് കണ്ടോ, അതാണ്ടൊന്ന് മാറിക്കിട്ടും. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതുപോലെ ഇതിനെ കോരി മാറ്റാം. അപ്പോൾ ഇതൊരു നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും. വെറുതെ ഇനി ഇത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.